എല്ലാവർക്കും ജിനോ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പുതിയ എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലൈൻ പാലസ് മ്യൂസിയമാണ്. ഇത് 1937 നമ്മുടെ ഫൗണ്ടർ ഓഫ് UAE വീടായിരുന്നു. ഈ 1937 പണിത പാലസ് ആണിത്. നമ്മുടെ ഫൗണ്ടർ ഓഫ് ദ UAE നമ്മുടെ രാഷ്ട്രപതി എന്ന് പറയും, രാഷ്ട്രപിതാവിന്റെ ഭവനമാണിത്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോയിട്ട് ബാക്കി ഡീറ്റെയിലുകൾ നമുക്ക് പറയാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. കമൻ്റ് ഉണ്ട്, കമൻറ്റിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അതുകൂടാതെ ബെൽ ബട്ടൺ നിങ്ങൾ ഓളെന്നേ അടിക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ പുതിയ പുതിയ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ മറക്കരുത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. ഇതാണ് അലൈൻ പാലസ് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇവിടെയാണ് എൻട്രികളൊക്കെ ഫ്രീ ആയിരിക്കും. പിന്നെ അതുകൂടാതെ ഇവിടുത്തെ അലൈൻ പാലസ് മ്യൂസിയത്തിൻ്റെ പറ്റിയുള്ള കുറേ കാര്യങ്ങളാണ്. ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളതിനൊരു ഇതാണ് കൊടുത്തേക്കുന്നത്. നോ സ്മോക്കിംഗ് ആൻഡ് ഡു നോട്ട് ടച്ച് ദ ഓബ്ജക്റ്റ്, അതൊക്കെ നോ വോക്കിംഗ് ഓൺ ദ ഗ്രാസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ സമയങ്ങൾ എഴുതിയിട്ടുണ്ട്. 9 മണി മുതൽ 7 മണി വരെയാണ്. ഓക്കെ, അപ്പം ഇത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇതാണ് എൻട്രൻസ്. ഇവിടെ റിസപ്ഷൻ ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, കണ്ടില്ലേ. ഇവിടെ മരങ്ങളുമൊക്കെ ഇതായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണ്, കണ്ടില്ലേ. കോർട്ട്യാർഡ് പോലെ കണ്ടില്ലേ. പുരാതനമായ കളിമൺ പാത്രങ്ങളൊക്കെയാണ്, കണ്ടില്ലേ. നമുക്കൊരു സൈഡിലേക്ക് പോവാം. പഴയ കാലത്തെ നിർമ്മിതികളാണ്, കണ്ടില്ലേ. പഴയ കാലത്തെ കളിമൺ പാത്രങ്ങളാണ്, കണ്ടില്ലേ. ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഇരിപ്പിടമാണ്, കണ്ടോ. രാഷ്ട്രപിതാവിൻ്റെ ഫോട്ടോയാണ്, കണ്ടില്ലേ. ഇതെല്ലാം നമ്മുടെ ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിലാണ് എല്ലാം ഇത് വരുന്നത്. കണ്ട് ഇതിൻ്റെ ഫ്ലോറിംഗ് ആണെങ്കിലും ഇതിൻ്റെ വാളിൻ്റെ ടെക്സ്ചർ എല്ലാം കണ്ടില്ലേ. ഇതെല്ലാം പഴയ കാലത്തെ നിർമ്മിതികളാണ്. ഇത് 1937 അവർ താമസിച്ചതെങ്കിലും പിന്നെ അതിനുശേഷം 2-3 പ്രാവശ്യങ്ങളിൽ അവർ റിനോവേറ്റ് ചെയ്തു ഈ ബിൽഡിങ്. കാര്യം ഇതിന് പല പൊട്ടലുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അവരത് എല്ലാം റിപ്പയർ ചെയ്ത് 2-3 പ്രാവശ്യമായിട്ട് അത് ചെയ്തു. എന്നാലും അന്ന് മുതലുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ഒരു വലിയൊരു ആശ്ചര്യമായ കാര്യങ്ങളാണ്. ഇതൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഗ്രാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു നടുമുറ്റം എന്നൊക്കെ പറയും, കണ്ടില്ലേ. ഇവിടെ നമ്മൾ ഈ കോറിഡോറിൽ കൂടി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അൽ നഹ്യാൻ ഫാമിലി ട്രീ എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. പഴയ കാലത്തെ ഡോറൊക്കെയാണ്, കണ്ടോ. ഇതിലവർ ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടൈം ടേബിൾ ഓഫ് അൽ നഹ്യാൻ റൂളേഴ്സ്, അതായത് ഓരോ ഇവരുടെ ഫാമിലി ട്രീയിലുള്ള ആളുകൾ ഭരിച്ചിരുന്ന വർഷങ്ങളുടെ ഒരു ഇതാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, കണ്ടില്ലേ. ലാസ്റ്റിലാണ് ഖലീഫ ബിൻ സയാദ്. കണ്ടോ. ഇവരുടെ എല്ലാം ഓരോ ഫോട്ടോകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം പേരുകളും എഴുതിയിട്ടുണ്ട്.
പിന്നെയും ഒരുപാട് ഫോട്ടോകളുണ്ട്. നമുക്ക് അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം അവരുടെ എല്ലാവരുടെയും ഭരണകർത്താക്കളായിരുന്നു, അവരുടെ ഫാമിലിയിൽപ്പെട്ട റൂളേഴ്സ് ആയിരുന്നു. ഇവരെല്ലാം ഇവിടുത്തെ റൂളേഴ്സ് ഇതിലായിരുന്നു. കണ്ടില്ലേ, ഇവിടെ എല്ലാം രണ്ട് സൈഡിലും ഉണ്ട്. ഉണ്ട് ഇവിടെ ഫാമിലി ട്രീ എന്ന് പറഞ്ഞ കണ്ട് ഇതിലെല്ലാം അറബിയിലാണ് രേഖപ്പെടുത്തിയേക്കുന്നത്. കണ്ടില്ലേ, ഇതിലെല്ലാം എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ പേരുകളാണ് ഇതിൻ്റെ ഓരോ ട്രീയിലും ബ്രാഞ്ചിലും ഇങ്ങനെ രേഖപ്പെടുത്തിയേക്കുന്നത്. അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഇവിടെ ഈ റൂമിനുള്ളിൽ ഇത് മാത്രമേ ഉള്ളൂ. നമുക്കിനി അടുത്തടുത്തേക്ക് പോകാം. ഇതെല്ലാം ഭയങ്കരമായിട്ടുള്ള പഴയ കാലത്തെ നിർമ്മിതികളും ഒക്കെയാണ് കേട്ടല്ലേ. നല്ല കണ്ടില്ലേ, നമ്മുടെ നിലത്ത് പാകിയേക്കുന്ന കട്ടകളെല്ലാം കണ്ടില്ലേ. ഇതവർ റിനോവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് പഴയ കാലത്തെ ആ ഒരു പഴമ നഷ്ടപ്പെടുത്താതാണ് അവർ പിന്നീട് അതിനെ ഇതെല്ലാം ഇത് ചെയ്തേക്കുന്നത്. കണ്ടില്ലേ, കളിമൺ കുടങ്ങൾ കണ്ടില്ലേ, അവര് വെള്ളത്തിൻ്റെ 4 ചുറ്റും വെച്ചിട്ടുണ്ട്. കിളികളൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു. കണ്ടില്ലേ, ഷേഖ് ഫാത്തിമ ആൻഡ് ഹെർ ചിൽഡ്രൻ വാർഡ്, അതായത് ഷേഖ് ഫാത്തിമയും അവരുടെ മക്കളും താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. നമ്മൾക്ക് ഇതിനുള്ളിലേക്ക് കൂടെ പോവാം. സ്റ്റെയർ കേസിന്റെ 2 സൈഡിലും കണ്ടില്ലേ കയർ പോലെ കെട്ടിയേക്കുന്നത്. അത് ഈ പണ്ട് കാലങ്ങളിൽ പിടിച്ച് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിനു വേണ്ടിയിട്ട് വെച്ചിരുന്ന സംഗതികളാണ്. കണ്ടില്ലേ, ചിൽഡ്രൻസ് ബെഡ്റൂം, കുട്ടികളുടെ കട്ടില്. ഇതിനുള്ളിലെല്ലാം ഇരുട്ടാണ്. പഴയകാല നമ്മുടെ നാട്ടിൽ പറയും അരിപ്പെട്ടി എന്നൊക്കെ പറയും. കണ്ടില്ലേ, പഴയകാല ക്ലോക്ക്, അലമാരിയാണ്, അവിടെ കട്ടിലാണ്. കണ്ടില്ലേ, അതുകൂടാതെ നമ്മുടെ നേരത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ ചെയ്തായിരുന്നു, ഓയാസിസ് എന്ന് പറയുന്ന ഒരു ചെയ്തായിരുന്നു. അത് ഇതിൻ്റെ കൊണ്ട് ആ കാണുന്നത് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിലാണ്. അതായത് ഈ അലൈൻ പാലസ് മ്യൂസിയത്തിൻ്റെ ബാക്ക് സൈഡ് കണ്ടില്ലേ, അത് ഓയാസിസ് ആണ്. അതായത് പാം ട്രീ, പനകളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഓയാസിസ് എന്ന് പറഞ്ഞത്. അത് കണക്റ്റഡ് ആണ്. അത് ഞാൻ അന്ന് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇതിനകത്ത് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അലൈൻ ഓയാസിസ് എന്നാണ് പേര്. അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡിലാണ്. നിങ്ങളോട് ഞാൻ ജസ്റ്റ് ഇൻഫോം ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് ഡോറ്. കണ്ടില്ലേ, പഴയ കാലത്തെ ഡോറാണ് ഇത്. കണ്ടില്ലേ, ഇതൊക്കെ ഇപ്പോഴത്തെ ഇതിൽ കാണാൻ പറ്റില്ല ഇങ്ങനത്തെ ഒക്കെ. വന്ന് നോക്കൂ, ഇത് കണ്ടില്ലേ, ബെഡ് സെയിം ഇത് തന്നെയാണ് ബെഡ്. പിന്നെ ദാണ്ട് ഈ അലമാരി ഇവിടുത്തെ അരിപ്പെട്ടി കണ്ടില്ലേ, ഇതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇത്, പിന്നെ റാന്തല്, പിന്നെ താഴെയെല്ലാം പാ വിരിച്ചേക്കുകയാണ്. കണ്ടില്ലേ, ഫ്ലോറെല്ലാം പാ വിരിച്ചേക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ഇതിൻ്റെ കോമ്പൗണ്ട് വാളാണ്. കണ്ടില്ലേ, അതിൻ്റെ ഹൈറ്റ് കണ്ടില്ലേ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അലൈൻ ഓയാസിസ് എന്ന് പറയും. കണ്ടില്ലേ, ഇതിൻ്റെ മതിലിനൊക്കെ ഭയങ്കര വലിപ്പം. ഒരു 10-15 പേരൊക്കെ നിന്നാലും പാടാ ഒന്ന് ചാടാൻ. കണ്ടില്ലേ, പൂക്കളും മരങ്ങളും കണ്ടില്ലേ, മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. കണ്ടില്ലേ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജാണ്. അതായത് അപ്പുറത്തെ ബ്ലോക്കിനെയും ഇപ്പുറത്തെ ബ്ലോക്കിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് പോലത്തെ ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മൾക്ക് എനിക്ക് തോന്നുന്നു
അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലി അവിടെ ആണെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ ഫാമിലിയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്താൽ മതി. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള നമുക്ക് ലാൻഡ്സ്കേപ്പിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാം. ഇതൊരു ബ്രിഡ്ജാണ്, കണ്ടോ? ഇങ്ങോട്ടൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ കയറി വന്ന എൻട്രൻസ് ആണ് അവിടെ. അപ്പോൾ നമുക്ക് മുന്നോട്ട് നടക്കാം നമുക്ക്. ഓക്കെ. സയാദ് ആൻഡ് ഹിസ് വൈഫ് ബെഡ്റൂം. ഇതാണ് ഷേഖ് സയാദിൻ്റെ റൂമായിരുന്നു പണ്ട്. അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമാണ്. സെയിം നമ്മുടെ അലമാരി ആണെങ്കിലും ഇന്ന് ഈ അലമാരിയും ഇങ്ങനെയുള്ളതൊന്നും ഇന്നത്തെ കാലത്ത് കിട്ടാനില്ല. കണ്ടില്ലേ? അവരുടെ പഴയകാല ക്ലോക്കുകളും കത്തിയും പിന്നെ കുറേ പാത്രങ്ങളും ഒക്കെ ഉണ്ട്. പണ്ടത്തെ ഇതാണ്, വിൻഡോയാണ്. കണ്ടില്ലേ? അതായത് തറനിരപ്പിൽ നിന്ന് കുറച്ച് ഉയരത്തിലാണ്. അതായത് ഒരു 5 വയസ്സ് 10 വയസ്സ് 6 വയസ്സുള്ള കുട്ടിക്ക് വേണമെങ്കിൽ ഈ ജനലിൽ കൂടെ ചാടാം. കണ്ടില്ലേ? ഇത് നമ്മുടെ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു ഡോറാണ്. ഇത് ഡോറാണ്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇത് കുറേ റൂമുകൾ ലോക്ക് ചെയ്തിട്ടേക്കുന്നു. എനിക്കൊന്ന് താഴോട്ട് പോകാനുള്ള വേറെ സ്റ്റെയർ കേസാണ്. ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കുറേ ബിൽഡിങ്ങുകൾ, കുറേ ബ്ലോക്കുകളുണ്ട് ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇതല്ലേ? ഇത് ലോക്ക് ചെയ്തിട്ടേക്കുന്നു. കണ്ടോ? ഇവിടുത്തെ വിൻഡോ കണ്ടില്ലേ? വിൻഡോ ഒക്കെ ഇതിവിടെ ഒരു കർട്ടൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതേ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം നമുക്ക് അടുത്തതിലേക്ക് കടന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആ ബ്രിഡ്ജ്. അതായത് ഈ ബ്ലോക്കിൽ നിന്ന് അപ്പുറത്തെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്ത ആ ബ്ലോക്കിലേക്ക് പോകുന്നുള്ള ബ്രിഡ്ജ് പോലത്തെ സംഗതിയാണ് ഇത്. ഇത് കണ്ടില്ലേ? ഉരുളൻ കല്ലുകളും ഒക്കെ ഇട്ട് അലങ്കരിച്ചേക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പിംഗ് ആയിട്ടല്ലേ? ഈ ബിൽഡിങ്ങിലാണ് നമ്മൾ വന്നത്. ഈ 2 ബിൽഡിങ്ങുകൾ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തൊരു ബിൽഡിങ്ങിലേക്ക് നമുക്ക് പോവാം. ഇത് നമ്മുടെ പഴയ കാലത്തെ കിണറാണ്. കണ്ടില്ലേ? ഇത് ഈ കിണർ അന്ന് കാലത്ത് പൈപ്പുകളൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം അന്ന് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണ് ഈ കാണുന്നത്. ഇതിനുള്ളിൽ വെള്ളമുണ്ട്. ഇത് ഉറവയുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ഇത് കപ്പിയാണ്. കണ്ടില്ലേ? കണ്ടോ? തടി വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് പനയാണ്. പന വെച്ച് ഇത് ചെയ്തിട്ട് തടിയുടെ, ഇപ്പം നമുക്ക് ഇരുമ്പിൻ്റെ ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് വെള്ളം കോരാനും ഒക്കെ കാര്യങ്ങൾ. അപ്പോൾ ഇത് പഴയ കാലത്തെ ഒരു കിണറാണ്. അപ്പോൾ നമുക്കിവിടെ ബോർഡ് പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പ്ലീസ് ഡു നോട്ട് ടാമ്പർ വിത്ത് ദ റോപ്പ് ഓർ ദ ബക്കറ്റ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അറിയാതെ അതേപോലെ ഇത് ടച്ച് ചെയ്തു. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഇവിടുത്തെ മരങ്ങളും ഒക്കെയാണ്. ഇത് കോഫി റൂമാണ്. കോഫി റൂം. ഇത് പണ്ട് കാലത്തുണ്ടായിരുന്ന കോഫി റൂം അല്ല എനിക്ക് തോന്നുന്നു. കോഫി റൂം ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഇവർ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ചായയൊക്കെ കുടിച്ചിട്ട് വന്ന് കുറച്ച് നേരം സംസാരിക്കാനൊക്കെ ഉള്ള ഒരു ഇതായിരിക്കും. കാര്യം കോഫി റൂം എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് പോവാം. ഇതാണ് കോഫി റൂം. എനിക്ക് തോന്നുന്നു ഇവര് മറ്റേ തുർക്കിഷ് കോഫിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാവയൊക്കെ കുടിക്കാനിരിക്കുന്ന അങ്ങനെയുള്ള ഒരു ചെറിയ മജ്ലിസ് പോലുള്ള സ്ഥലം. മജ്ലിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുള്ള സ്ഥലങ്ങളാണ്. ഇവരെല്ലാവരും ഒത്തുകൂടുന്ന ഒരു സ്ഥലം. സ്ത്രീകളില്ല, മറ്റേ ആണുങ്ങളെല്ലാം കൂടെ ഒത്തുകൂടി അവർ ചായയൊക്കെ കുടിച്ചിട്ട് ശീശയൊക്കെ വലിച്ച് കുക്കിയൊക്കെ വലിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലം. ഇതാണ് പഴയ കാലത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇത് തീ കായാൻ വേണ്ടി ഇട്ടേക്കുന്നതാന്ന് തോന്നുന്നു. ഇത് അവരുടെ സോഫയാണ് പഴയ കാലത്ത്.
അപ്പോൾ അടുത്തടുത്തേക്ക് പോകാം. പഴയ കാലത്തെ ഒരു കുടവാ, കണ്ടില്ലേ? ഇതിൻ്റെ വക്കൊക്കെ ചളുങ്ങിയായിരിക്കുന്നത്, കണ്ടില്ലേ? വർക്കർ ലേഡീസ് റൂം എന്നാണ്, കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ അപ്പുറത്തെ റൂമിൻ്റെ കൂട്ട് തന്നെ ലേഡീസ് മാത്രമായിട്ട് ഇവിടെ ഇരുന്ന് അവർ അവരുടെ സായാഹ്നങ്ങളിൽ കാപ്പിയൊക്കെ കുടിച്ച് സംസാരിച്ചൊക്കെ ഇരിക്കുന്നൊരു സ്ഥലമാണ് ഇതും. ഇവിടെയും പായൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അടുത്തത് സ്റ്റോറാണ്. സ്റ്റോറിലൂടെ ഒന്ന് പോവാം. സ്റ്റോറിൽ കംപ്ലീറ്റ് പണ്ട് കാലത്തെ റൊട്ടിയും അങ്ങനെയൊക്കെ ഒരല് ഒക്കെ ഉണ്ടല്ലോ, കണ്ടില്ലേ? ഇത് മരം കൊണ്ട്, പനയുടെ മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്, കണ്ടില്ലേ? പണ്ട് കാലത്തെ അടുപ്പാണ് ഇത്. അവരുടെ സ്റ്റോറും പണ്ട് കാലത്ത് കുബൂസും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇതാണ്. ഇതവിടെ പനയുടെ ഒരു, എനിക്ക് തോന്നുന്നു നമുക്ക് കിച്ചൺ സ്ലാബ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ? ഇവിടെ ഉണ്ട് ഒരടുപ്പ്. ഇവിടെ കുറെ കയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അടുത്തത് കിച്ചനാണ്, കണ്ടില്ലേ? എല്ലാത്തിൻ്റെയും ഡോറിൻ്റെ ഫ്രണ്ടിലും ഇതുപോലൊരു കളിമൺ പാത്രങ്ങളുണ്ട്. ഓ, കിച്ചൺ പഴയ കാലത്തെ കിച്ചണാണ്, കണ്ടില്ലേ? വിശാലമായ കിച്ചനാണ്. കാര്യം അന്നത്തെ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 100 പേരിൽ, എൻ്റെ ഒരു കണക്കനുസരിച്ച് 100 പേരിൽ കൂടിയെങ്കിലേ ഉള്ളൂ, കുറയില്ല. അപ്പോൾ അവർക്കെല്ലാം ഉണ്ടാക്കാൻ ആവശ്യമായ പാത്രങ്ങളും ഒക്കെയാണ്. ഈ സ്റ്റീലിൻ്റെ എനിക്ക് തോന്നുന്നു പുതിയ പാത്രമാണെന്ന് തോന്നുന്നു. ഇത് പഴയ കാലത്തെ, ഇത് കണ്ടു കഴിഞ്ഞാലേ അറിയാം പഴയ കാലത്തെയാണെന്നുള്ളത്. ഓ, ഇതിൽ കുളിക്കാൻ പറ്റും. ഇതെല്ലാം പഴയ കാലത്തെയാണ്, കണ്ടാൽ അറിയാമല്ലോ. ഈ 2 എണ്ണം പുതിയതാണ്, നമുക്ക് അന്നേരം അറിയാം. ഇതും പഴയ കാലത്തെയാണ്. ഇത് നമുക്ക് പരിചയമുള്ളതാണ്. കാര്യം നമ്മുടെ നാട്ടിൽ സമോവർ ചായ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സംഗതിയാണ്, അറിയാമല്ലോ. ഇതൊക്കെ ചെമ്പ് പാത്രങ്ങളാണ്. എനിക്ക് തോന്നുന്നു ബിരിയാണി ചെമ്പാകാനാണ് സാധ്യത, ഷേപ്പ് കണ്ടിട്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ അടുക്കള. ഇവിടുത്തെ ജനലിൻ്റെ വെളിയിൽ നിന്നാണ് കമ്പി, കണ്ടില്ലേ? സാധാരണ ഉള്ളിലാണ് നമ്മുടെ നാട്ടിലൊക്കെ കമ്പി വെക്കുന്നത്, ഇവിടെ പുറത്താണ് കമ്പി. അന്നത്തെ രീതികളായിരിക്കാം. ഷെയ്ഖ് ഫാത്തിമ മദർ റൂമാണ്, കണ്ടില്ലേ? മദർ റൂമാണ്. നമ്മുടെ ഉള്ളിലേക്ക് കടക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ചെറിയ അരിപ്പെട്ടി പോലുള്ള പെട്ടി, ചെറിയ വിൻഡോ, പിന്നെ നാണ്ട് ഇരിപ്പിടങ്ങളാണ്, കണ്ടില്ലേ? അതായത് ഇതുപോലെ ചായ കുടിക്കാനുള്ള കെറ്റിലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ തോക്കുണ്ട് ഇവിടെ. ഇതിലൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല എന്നവർ എഴുതിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ എല്ലാം CCTV ഉണ്ട്. ഇവിടെ എല്ലാം നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളെല്ലാം ഉണ്ട്. ഒരു മാവുണ്ട് ഇവിടെ, മാങ്ങയൊന്നും ആയില്ല, ഒരു മാവുണ്ട്. അടുത്തതിലേക്ക് പോവാം, അടുത്ത ബ്ലോക്കിലേക്ക് പോവാം. ഇവിടെ എല്ലാം ചെറിയ ചെറിയ ഓരോ ബ്ലോക്കുകളായിട്ട്, അതായത് നമ്മുടെ എന്താ പറയുന്നത്, 2-3 മുറികളായിട്ട് ഉള്ള ഇതാണ്. ഇവിടെ എന്താ, ഇവിടെ എല്ലാ ഫ്ലോറിലും ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള പാ വിരിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പഴയ പുൽപ്പാവുള്ള പായാണ്. കണ്ട, അലമാരി സെയിം. സോഫയുടെ കുഷനൊക്കെ ആണെങ്കിൽ തന്നെ എല്ലാത്തിനും സെയിം ആണ്. കട്ടിലിൻ്റെ നമ്മൾ ശ്രദ്ധിച്ചറിയാം വീഡിയോയിലെല്ലാം ഇതേ സെയിം ഷീറ്റാണ് കട്ടിലിനുമൊക്കെ ഉള്ള. എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്തൊക്കെ ഇത്രയും വെറൈറ്റികളൊന്നും ഇല്ലല്ലോ. കണ്ടോ, ഇവിടെയും ഒരു വാള് വെച്ചിട്ടുണ്ട്, പഴയ കാലത്തെ ഒരു വാളാണ്. ഷെയ്ഖ് ഫാത്തിമ റിലേറ്റീവ് റെസിഡൻസ്, അതായത് ഇവിടുത്തെ ഷെയ്ഖ് ഫാത്തിമയുടെ റിലേറ്റീവുകളൊക്കെ വരുമ്പം താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. കാര്യം നമ്മുടെ നാട്ടിലൊക്കെ ചില വീടുകൾക്ക് ഔട്ട് ഹൗസുകളില്ലേ എന്ന് പറഞ്ഞ പോലുള്ള ഇതാകാനാണ് സാധ്യത. ഇവിടെയും സെയിം പാറ്റേൺ ഇത് തന്നെയാണ്. എൻ്റെ വാള് വെച്ചിട്ടുണ്ട്. പിന്നെ അതാണ്ട് ഇവിടെ കണ്ടില്ലേ, പായാണ്. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർ റൂം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അടുത്തതിലേക്ക് പോകാം. നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട്
ഇതിൻ്റെ പുറകുവശത്തേക്ക് നമ്മൾ വന്നു. ഇവിടെയും കുറേ മുറികളും ഒക്കെ ഉണ്ട്. എല്ലാം ഈ ഗസ്റ്റ് റെസിഡൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവിടെയെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സെയിം പാറ്റേൺ തന്നെയാണ്. അകത്തോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാവിരിച്ചേക്കുന്നു. കുറേ ഇരിക്കാനുള്ള ഇവിടെ 3 മുറികളാണുള്ളത്. ഒരു മുറി കാണിക്കാം. ഇവിടെ ഗണ്ണുണ്ട്, കണ്ടില്ലേ? ഇവിടെയും സോഫ നിലത്താണ് ഇത് ചെയ്തേക്കുന്നത്. ഇവിടെയും ചായ കാപ്പി കുടിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്തിന് വേറൊരു മുറികളുണ്ട്, അതും അതേപോലെ തന്നെ. അപ്പോൾ ഇത് ഗസ്റ്റുകൾക്ക് ഇരിക്കാനുള്ള ഇതാണ്. ഇവിടെയൊക്കെ മരങ്ങളൊക്കെ ഉണ്ട്, പഴയ കാലത്തെ മരങ്ങളാണ്, കണ്ടില്ലേ? ഇവിടുത്തെ ഓരോ അന്നത്തെ ഒരു ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മുറികളുടെയും ഷേപ്പും എല്ലാം ഒരേ രീതിയിൽ. എനിക്ക് തോന്നുന്നു ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്തെ അവർ അതോ പുതിയതായിട്ടാണ്, ഇതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല. ഒരു വെള്ള ടെൻറ്റ് പോലെ കെട്ടിയേക്കുന്നത്, എന്തെങ്കിലും ഫംഗ്ഷന് കിട്ടിയതാണോ? ഇത് കോഫി റൂമാണ്, അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അത് നേരത്തെ അപ്പുറത്തും ഉണ്ടായിരുന്നു, ഇത് വേറെയാണ്. ഇത് അപ്പുറത്തെ ബ്ലോക്കിലായിരുന്നു. അങ്ങനെ ഇവിടെ അതുപോലെ തന്നെ. ഇത് ബു അൽ ദൂൻ എന്ന് പറയും. അതിൻ്റെ അർത്ഥം എനിക്കറിയില്ല. ഇനി അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കേണ്ടി വരും അതിൻ്റെ എന്താണ് മീനിങ് എന്നുള്ളത്. ഇത് കണ്ടില്ലേ? ഇവിടെയും എൻട്രൻസിൽ ഇതുപോലെ കുടങ്ങളും കണ്ട പിന്നെ കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത് വിശാലമായ ഒരു ഇതാണ്. കണ്ട എല്ലാ റൂമിനേക്കാളിലും ഇവിടുത്തെ റൂഫ് കണ്ടില്ലേ? പനയാണ്, പനയുടെ ഇത് ചെയ്തിട്ട് ഉള്ള റൂഫുകളാണ്. കണ്ടോ? ഇത് ഭയങ്കര വിശാലമായ ഒരു ഇതാണ്. കണ്ടോ? ഇതിൻ്റെ റൂഫ് എനിക്കൊന്ന് ചൂരലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് പാകിയേക്കുന്ന ഒരു ഇതാണ്. കണ്ടില്ലേ? പണ്ട് കാലത്ത് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടികളാണ്. കണ്ടോ? ലാൻഡ് റോവറാണ്. കണ്ടില്ലേ? ലാൻഡ് റോവർ പണ്ട് കാലത്ത് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി. അന്നൊരു വണ്ടിയെ കാണത്തുള്ളായിരിക്കും. കാര്യം അന്നത്തെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഇത്രയും പ്രൊഡക്ഷനൊന്നും കാണത്തില്ല. വണ്ടികൾക്ക് പോലും ഇത്രയും പ്രൊഡക്ഷൻ കാണത്തില്ലല്ലോ. അന്ന് കാശുള്ളവർ വളരെയധികം റെയറല്ലേ. കണ്ടോ? ഇതവരുടെ വണ്ടികളാണ്. ഒരു വണ്ടിയേ ഉള്ളൂ. കണ്ടില്ലേ? ഇതിനകത്തെ സാധനങ്ങളെല്ലാം ഒരു സീറ്റേ ഉള്ളൂ. 2 സീറ്റുണ്ട്. അടുക്കൊരിതുണ്ട്, ഗിയറൊക്കെ കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് അറിയുന്നു. സന്തോഷം. അപ്പോൾ നിങ്ങളൊരു കാര്യം മറക്കരുത്. നിങ്ങൾ എൻ്റെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വിലയേറിയ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. പിന്നെ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ നമ്മൾക്ക് വണക്കം.